ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുത് അതിന് ശേഷം നമ്മൾ പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അങ്ങനെ പുഷ്പോത്സവത്തിൻ്റെ അവിടെ എത്തി അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടാണ്. വലിയവർക്ക് 60 രൂപയും ചെറിയ കുട്ടികൾക്ക് 30 രൂപ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണാനൊന്നുമില്ല, അധികം ഫ്ലവേഴ്സൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും സെൽഫി പോയിൻ്റ് എന്ന് പറഞ്ഞ പോലെ അതുമാതിരി കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ 2-3-4 ഊഞ്ഞാലുണ്ട്. പിന്നെ ഇതുമാതിരി ഓരോ മൃഗങ്ങളും പക്ഷികളൊക്കെ ഇതുമാതിരിയുള്ള സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ പൊന്നൂനത് ആനയുടെ അവിടെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്താട്ടാ. ചുറ്റു നിന്നില്ല. ചുറ്റു അച്ഛനും കൂടെ കുറച്ച് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അവൾ ഓടുകയാണ്. അങ്ങനെ കുറച്ചേ ഉള്ളൂ ഫ്ലവേഴ്സ് കാണാൻ കുറച്ചേ ഉള്ളൂ. പിന്നെ ഉള്ളത് സ്റ്റോളാണ്. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ നേരെ സ്റ്റോളിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ആദ്യം തന്നെ ചെല്ലേണ്ടത് നമ്മൾ ആയുർവേദിക്കിൻ്റെ കുറേ പ്രോഡക്റ്റൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2-3 സാധനങ്ങൾ വാങ്ങി. ഒരു ഷാമ്പൂവും പിന്നെ ഒരു ഹെയർ ഓയിലും ഒരു ബോഡി വാഷും വാങ്ങിയിട്ടാണ്. അപ്പോൾ അവരത് അടുത്തത് അച്ചാറിൻ്റെ സ്റ്റോളാണ് കേട്ടോ. അപ്പോൾ അച്ചാർ അവർ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാത്തിനും ടെസ്റ്റ് ചെയ്യാൻ തരാം. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാലും അത് നിർബന്ധിച്ച് തരാം കേട്ടോ. നമ്മളൊന്നും വാങ്ങുകയും ചെയ്തില്ല, അതൊന്നും വാങ്ങിയിട്ടില്ല. ഇനി അപ്പുറത്തെ സ്റ്റോളെന്ന് പറയുന്നത് ബുക്കിൻ്റെ കേട്ടോ, ബുക്ക് സ്റ്റോളാണ്. അപ്പോൾ പിള്ളേർക്ക് 2-3 ഐറ്റംസ് വാങ്ങി. ഇത് പൊന്നു വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 2 പെന്നുകൾ വാങ്ങി, ചുച്ചുവിനും അവൾക്കും വേണ്ടിയിട്ട് വന്ന് മേടിച്ചു. പിന്നെ നോവലുകളുണ്ട്, ഇംഗ്ലീഷും മലയാളം ഒരുപാട് നോവൽസ് ഇരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു പരിചയമുള്ളതും കാണാത്തതും കേട്ട് പരിചയമുള്ള ഒരുപാട് നോവലുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ബുക്കുകൾക്കൊക്കെ 100 രൂപയുള്ളൂ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ളത് അവർ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഒക്കെ നോക്കിയിട്ട് പോന്നു. മോള് ഓട്ടാണ്. അവള് ഒരു സ്റ്റാളിൽ അടുത്ത സ്റ്റാളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ കണ്ടത് പപ്പടമാണ്, പല കളറിലുള്ള പപ്പടം. അതൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മുടെ പണ്ടത്തെ മിഠായികൾ, പൈസയുടെ പോലത്തെ മിഠായി, പുളിമിഠായി, ചോക്കര, അങ്ങനെയുള്ള കുറേ, പിന്നെ പമ്പര മിഠായി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അതൊന്നും വാങ്ങിയില്ല. മിഠായികളൊന്നും വാങ്ങിയില്ല. വേഗം അവിടുന്ന് പോന്നു കേട്ടോ പിള്ളേർക്ക്. പിന്നെ അതിൻ്റെ ടേസ്റ്റൊന്നും അറിയാത്ത കാരണം അവർ ചോദിക്കുകയും ചെയ്തില്ല, വേണമെന്ന് പറയുകയൊന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ അപ്പുറത്തെ സ്റ്റോളൊക്കെ കണ്ട് അവിടെ വെറുതെ തൂക്കിയിട്ടിട്ടുള്ള അതൊക്കെ പോന്ന് വെച്ച് നോക്കിയിട്ട് പോന്നു. അടുത്ത സ്റ്റോളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ പോകണം. ആൾക്കാർ അങ്ങനെ ഞങ്ങൾ ചെന്നന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ തിരക്കായിട്ടുണ്ടാവും. പിന്നെ പച്ചക്കറി വിത്ത് വെച്ചിട്ടുള്ള സ്റ്റോളാണ്. അപ്പോൾ അവിടുന്ന് 1-2 പച്ചക്കറിയുടെ വിത്ത് മേടിച്ചു. പിന്നെ പോന്നു കേട്ടോ. പപ്പായ, വലിയ പപ്പായൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിത്തൊക്കെ ഒന്ന് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഉള്ളത് മൊബൈലിൻ്റെ കവറും പിന്നെ ഹെഡ്സെറ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ചോക്ലേറ്റിൻ്റെ അവിടെ നിന്നൊന്നും നമ്മളൊന്നും വാങ്ങിയില്ല. പിന്നെ ഉള്ളത് കപ്പലണ്ടി അല്ല കേട്ടോ, കശുവണ്ടി. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ഇരുന്ന് ഉണ്ടാക്കിയത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കാക്കിൽ ഒരു 250 രൂപ വാങ്ങുകയൊന്നും ചെയ്തില്ല. നമ്മൾ നോക്കിയത് ഫ്രഷായിട്ട് അവരുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ തന്നെ കവറിലാക്കി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റോളിലൊന്നും കയറിയില്ല. നമ്മൾ വേഗം നടന്നു. പിന്നെ ഗായകൻ അലോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഗായകനില്ല. അപ്പോൾ ആളുടെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങിയിട്ടാണ്. പിന്നെ അപ്പുറത്തൊരു ഹൊററിൻ്റെ ഒരു ഹോളുണ്ടായിരുന്നു.
അതിലേക്ക് പോകണം പറഞ്ഞിട്ട് ചുച്ചു വാശി പിടിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തു 2 പേർക്ക്. ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അവർ അച്ഛനും മോളും കയറി. അവൾ കയറിയ ഉടനെ തന്നെ ഇറങ്ങി ഓടി പേടിച്ചിട്ട്. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അവിടെ ചോളം വെച്ചിട്ടുണ്ടപ്പോൾ ചുച്ചുവിന് ചോളം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാ ചന്ന മസാല അല്ലേ, വെള്ളക്കടല, അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് 2 പ്ലേറ്റ് വാങ്ങി, ഒരു പിന്നെ ചോളം പുഴുങ്ങിയത് വാങ്ങി. എന്നിട്ട് നമ്മളത് അപ്പുറത്തെ സൈഡിൽ ആലിൻ്റെ തറയുണ്ട്. അപ്പോൾ അവിടെ വഴിയിൽ നിന്നു. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ, അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ആൽത്തറയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടിരുന്നു. പിള്ളേർക്കാണെങ്കിൽ എരിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെള്ളം വണ്ടിയിലായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോയി. പിന്നെ കഴിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല എരിവായിട്ടാണ്. അപ്പോൾ അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ആൽത്തറ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും അധികാരമില്ല. അപ്പോൾ നമ്മൾ ആൽത്തറയുടെ മേലെ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്നിട്ട് സമാധാനമായിട്ട് പിള്ളേർ കഴിക്കില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നവർ കഴിച്ച് കഴിയട്ടെ. അങ്ങനെ അവിടെ പോയിരുന്നത് മുഴുവൻ കഴിച്ചില്ല. പകുതിയായപ്പോൾ തന്നെ അവൾ നിർത്തി. അങ്ങനെ അത് കഴിക്കുമ്പോൾ ഓരോന്ന് കാണിച്ചു കൂട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പലണ്ടി വാങ്ങാൻ പോയിട്ടാണ്. മസാല കപ്പലണ്ടിയും ഗ്രീൻ പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി, അത് ഓരോ പാക്കറ്റ് വാങ്ങി. എല്ലാത്തുനിന്നും ഓരോ പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ പതുക്കെ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ തിരിച്ചു പോകട്ടോ. പ്രത്യേകിച്ച് അവിടെ കൂടുതൽ ഒരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പം. അപ്പം ഇനിയൊക്കെ ഒന്ന് അവസാനമാകുമ്പോഴത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് പോയിട്ട് പിന്നെ കാണണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.